ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുതിരക്കുട്ടനെയാണ്. അത് നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് ഇത് മുഴുവനും ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് ചിരട്ടയാണ് കേട്ടോ. ഒരു 2 ചിരട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം കൂടെ വേണം. അതിന് വേണ്ട പീസുകൾ കട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ന് കുതിരയാണല്ലോ, അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്നത് മുഴുവനായിട്ട് ആക്സോ ബോർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുഴുവൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണ്ട പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് സാൻഡർ മെഷീൻ വെച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതൊന്ന് പേപ്പർ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര നമ്മൾ ഇതിന് ചെയ്യുന്നുള്ളൂ. ഏകദേശം ഓരോ പീസുകളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലിയർ ആക്കുന്നുണ്ട് ചിരട്ടയുടെ. എന്നിട്ടത് പേപ്പർ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അരികു വശങ്ങളും എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് സാൻഡർ മെഷീൻ വെച്ചിട്ട് ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഏകദേശം ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിൽ എല്ലാ ഭാഗങ്ങളും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാലുഭാഗമാണ് അത് ഏകദേശം കാലിൻ്റെ രീതിയിൽ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തതല്ല, കുറച്ച് ഏറെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് പേപ്പർ ചെയ്ത് ഒക്കെ നല്ല വൃത്തിക്ക് ഏകദേശം ഭാഗങ്ങളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാനാണ് ഉള്ളത്. അത് നമ്മൾ തലയാണ് വെച്ച് പിടിപ്പിക്കുന്നത്. ഏകദേശം ഇതുപോലെ തല വരുന്ന ഭാഗം ഒന്ന് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഗ്രൈൻഡർ ഇടാനുള്ള ഭാഗമൊക്കെ ഒന്ന് ഗ്രൈൻഡർ ഇട്ട് എടുക്കുന്നുണ്ട്. പിന്നീടുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ കാല് വരുന്ന ഭാഗവും അതിൻ്റെ കൈ, കാല് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് വെച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഗ്യാപ്പിലൊക്കെ പൊടി ഇട്ടിട്ട്, ചിരട്ടപ്പൊടിയും ഫ്ലക്സ് കേക്കും തന്നെയാണ് നമ്മൾ ഒട്ടിക്കാൻ എടുക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ഇത് ഒരു ഏകദേശ രൂപമല്ലേ ഉള്ളൂ. അപ്പോൾ ആ കാലൊട്ടിക്കുന്ന ഭാഗവും തല ഒട്ടിക്കുന്ന ഭാഗവും മൊത്തത്തിൽ കറക്റ്റായി വരണം. എന്നിട്ട് നമ്മളിതൊരു റൗണ്ട് ചിരട്ടയിൽ ഹോൾഡ് ചെയ്ത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നല്ല ക്ലിയറായിട്ട് തന്നെ എല്ലാം കൂടി വരണം. അല്ലാത്ത പക്ഷം ഒട്ടിച്ച് ചിരട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഷേപ്പിൽ നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗം ഒട്ടിക്കുമ്പോഴും ചിരട്ടയിൽ വെച്ച് നോക്കിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടെ വീഡിയോ ലെങ്തി ആകുന്നതിന് കാരണം കാണിക്കാത്തതാണ്. കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ മൊത്തത്തിൽ. അങ്ങനെ നോക്കി ചെയ്യുന്നതിന് കാര്യം. ഏകദേശം ഇതുപോലെ ആണ് വെച്ച് ഒട്ടിക്കുന്നത്. ചെരിച്ച് പിടിച്ച് കാണിക്കാൻ പറ്റുന്നില്ല ഈ മോഡലായതുകൊണ്ട്. നമ്മൾ അതിൻ്റെ കുറയ്ക്കാനുള്ള ഭാഗമൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടും അല്ലാതെ ഇങ്ങനെ അരം വെച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്.
പല രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇട കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളില്ല, അതുകൊണ്ട് ഉള്ള ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് ചിരട്ട കണ്ടില്ല, അതിൽ വെച്ച് നോക്കുന്നുണ്ട് ഓരോ പീസ് വെച്ചിട്ടും എങ്ങനെയാണ് ശരിക്കും നിൽക്കേണ്ട എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഏകദേശം ഇപ്പോൾ നമുക്കൊരു രൂപമായി കിട്ടിയിട്ടുണ്ട്. കാലും വെച്ച് പിടിച്ച് ഇനി രണ്ട് സൈഡിലെ രണ്ട് കാലുകളും പിന്നെ ഒരു വാലും നമ്മൾ ചെറുതായിട്ടുള്ള വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം രൂപമായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചെടുക്കും. മുന്നിൽ നിൽക്കുന്ന ഒരു കാല് കൂടെ ഒന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. സംഭവം അതൊരു സിമ്പിൾ പരിപാടിയാണ്, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ അത്ര സിമ്പിളായിട്ട് ആയി കിട്ടുന്നില്ല. അതാണ് ഉള്ളൊരു പ്രശ്നം. ഏകദേശം മുന്നിലെ രണ്ട് കാലുകളും വെച്ചിട്ടുണ്ട്. പിന്നിലെ കാല് വെക്കുമ്പോൾ അത് ചിരട്ടയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന പോലെ പൊങ്ങി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇളക്കിയെടുക്കണമെങ്കിൽ അത് ഒട്ടിപ്പോരും, ചെറിയ കാലുകളൊക്കെ ആയതിനെ കൊണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ കയ്യിൽ പൊട്ടിയിട്ടില്ല, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. കുറേ ഭാഗങ്ങൾ ഗ്രൈൻഡ് ചെയ്തും അല്ലാത്ത രീതിയിൽ പേപ്പർ ഇട്ടിട്ടും ഒക്കെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയൊക്കെ നമുക്കായി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഇത് വെച്ച് നോക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ കൂടുതൽ ചെയ്യാനുള്ളത്. പണി കുറച്ച് കുറവാണ്. ഏകദേശം നമ്മൾ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു വാലും ചെറിയൊരു വാലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തലയുടെ ഭാഗത്ത് അതിന് രണ്ട് ചെവിയും ഒക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒട്ടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ചിരട്ട എടുത്ത് പേപ്പറൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് അത് ശരിക്കും നേരവണ്ണം കാണിക്കാൻ കഴിയുള്ളൂ. അതിന് മുന്നേ നമ്മൾ മൊത്തത്തിൽ ഒന്ന് പേപ്പർ ഇട്ട് എടുക്കണുണ്ട്. അതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവങ്ങളൊന്നും പേപ്പർ ഇടാൻ കഴിയില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് ആ സ്ക്രാച്ചുള്ള ഭാഗങ്ങളൊക്കെ മൊത്തം ക്ലിയർ ആക്കിയിട്ട് അവസാനം ഒന്ന് ന്യൂസ് പേപ്പർ ഇടാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്കും പേപ്പർ ഇട്ട് ആദ്യം തന്നെ കളയണുണ്ട്. അങ്ങനെ അത് ആ കാലിൽ കൂട്ടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ രീതിയിലാണ് ചിരട്ടയിൽ നിൽക്കുക. ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയെ നമുക്കത് കിട്ടുകയുള്ളൂ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഫുള്ള് ചിരട്ട ആയതുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും അത്ര നോക്കി കണ്ടും വെക്കണം, എങ്കിലേ അത് കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുഖം വരുന്ന ഭാഗങ്ങളിൽ, കാല് വരുന്ന ഭാഗങ്ങളിലൊക്കെ ആ റൗണ്ട് ഷേപ്പ് ചിരട്ടയുടെ എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ച് വിലങ്ങും തിരിവും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. എങ്കിലേ ഇത് ഒരു നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് നൈസ് പേപ്പർ
400 രൂപേൻ്റെ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഇനി സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, ഇതാണ് നമ്മുടെ സംഭവം. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഏകദേശമൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്ലീക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഭംഗി വരുന്നുണ്ട് അതിന് ഇത് തേച്ച് പിടിപ്പിക്കുമ്പോഴേ. ഇനി ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് നല്ല ഭംഗിക്ക് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മൊത്തത്തിൽ ഉൾഭാഗങ്ങളും നമ്മൾ മൊത്തത്തിൽ ഒന്നാകെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സുഹൃത്ത് ഒരു വാട്സപ്പിൽ ഒരു ഫോട്ടോ വിട്ടുതന്നാണത്. ഏകദേശം ഇതുപോലെയുള്ളൊരു ഫോട്ടോ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് ഇത് ഉണ്ടാക്കി നോക്കിയതാണ്. കുഴപ്പമില്ല, നമുക്ക് വിചാരിച്ച പോലെ തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ സ്ലീക്ക് അടിച്ച് മിനുക്കി എടുത്തതിന് ശേഷം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കുതിരക്കുട്ടനെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും കൂടി ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. എല്ലാവരോടും ബൈ പറയുന്നു.